വെൽക്കം ടു ഗ്ലോറിയ ചാനൽ. ഞാനിന്നേ ഇസ്രായേലിൽ വന്നിട്ട് മുരിങ്ങക്കായ കൊണ്ട് മുരിങ്ങക്കായ ഫ്രഷായിട്ട് പൊട്ടിച്ച് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒത്തിരി മിസ് ചെയ്തൊരു സംഭവമാണ്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ മുരിങ്ങക്കായ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഇത്ര നല്ല മുരിങ്ങക്കായ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നല്ല മുരിങ്ങക്കായ അപ്പം ഡയറക്റ്റ് കണ്ടോ, ഇലകളൊക്കെ നല്ല ഫ്രഷ് ഇലകളാണ്. അപ്പം എനിക്ക് ആവശ്യമുള്ളതൊക്കെ പൊട്ടിച്ചെടുത്ത് മുരിങ്ങപ്പൂണ്ട് കറി ഉണ്ടാക്കണം. പക്ഷേ എനിക്ക് എത്ര താഴെയാണ്, നാട്ടിൽ ഇത്രയും സുലഭമായിട്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് ആവശ്യത്തിനുള്ള അത്ര മുരിങ്ങക്കായ ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം മുരിങ്ങക്കായ നമുക്ക് ഫ്രഷായിട്ട് ഇവിടെ കിട്ടുക പറഞ്ഞാൽ അത് അസാധ്യമായൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഇതെല്ലാം വെച്ചിട്ടിന്ന് ഒരു അടിപൊളി കറി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പരിപ്പും മുരിങ്ങക്കായും വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോണേ. എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ പൂവ് കണ്ടോ, നല്ല പൂവാണ്. കുറേ പൂക്കളുണ്ട്, നല്ലോണം പൂക്കളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ചെറിയ നാരങ്ങ, നോക്കി, ഇത് അച്ചാറിടണം എനിക്ക്. ഒത്തിരി നാരങ്ങയുണ്ട്, കാണിച്ച് നോക്കി, ഒത്തിരി നാരങ്ങയുണ്ട്. ഇത് പ്രത്യേക ടേസ്റ്റുള്ള നാരങ്ങയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതുകൊണ്ട് മുരിങ്ങയില വെച്ചിട്ട് ഞാൻ സാധനം കറി ഉണ്ടാക്കണം. മുരിങ്ങക്കായും പരിപ്പും വെച്ചിട്ട്. പുളിയുണ്ട്, മാങ്ങയില്ല എനിക്ക്. അപ്പോൾ പുളിയൊക്കെ വെച്ചിട്ട് ഇന്ന് ഞാൻ അടിച്ച് പൊളിച്ചുണ്ടാക്കും. ഇവരിവിടെ ഇത് ഉണക്കി വെച്ചേക്കുക. എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുകൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് ഞാൻ അടിപൊളി കറി ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോൾ അവർ പറയുന്നു ഇതുകൊണ്ട് കറി ഉണ്ടാക്കുമോ? ഇത് വെറുതെ ഉണക്കി ഇവിടെ കളയുള്ളൂ. ഇതിൻ്റെ ഇല മാത്രം ഇവർ ഉണക്കി പൊടിച്ച് കഴിക്കും. ഷുഗറിനൊക്കെ നല്ലതാണ്, ഷുഗർ BP ഉള്ളവർക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്തായാലും ഇന്ന് കറി ഉണ്ടാക്കിയിട്ട് അമ്മച്ചിയും കൊടുക്കും, ഞാനും കഴിക്കും. അപ്പോൾ ഇന്ന് ഇതുകൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് വെച്ചിരിക്കണം ഞാൻ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ പരിപ്പും മുരിങ്ങക്കായും കറിയും കാണാം കേട്ടോ. ബൈ.